സാർ, കഴിഞ്ഞ ദിവസം പ്രധാന അധ്യാപകരുടെ ഒരു സമരം ഉണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ളൊരു സമരമായിരുന്നു. കാലി ചാക്കുമായിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അതായത് അവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് നെൽപ്പൊടി വീണ് പറയും, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ ആയിരുന്നു അവർ ഈ ചാക്കുമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇത് ഈ സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് കൂടെയാണ് പൊളിക്കുന്നത്. കാരണം ഈ ഒരു കുട്ടി കുറച്ച് നാൾ മുന്നേ ബിരിയാണി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാ ദിവസവും ചോറല്ലേ, ഇടയ്ക്ക് ബിരിയാണിയൊക്കെ ആയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അത് അത് പരിഗണിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നത്, ബിരിയാണി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പുതിയ മെനു നാളെ വരും എന്നാണ് അറിയാൻ കഴിയുന്നത്, ഉച്ചഭക്ഷണത്തിൻ്റെ. അതിൽ വലിയ കാര്യമായ വ്യത്യാസമൊന്നും വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം സർക്കാരിൻ്റെ കയ്യിൽ കൊടുക്കാൻ, ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ടൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. എല്ലാം കാലിയാണ്. അപ്പം ഇവർ ഈ ഉപരിപ്ലവമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഈ ബിരിയാണി കൊടുക്കുന്നു, ഇങ്ങനെ ഒരു ക്ഷേമ, ജനങ്ങളുടെ ജനക്ഷേമം നോക്കുന്ന ഒരു സർക്കാർ എന്നൊക്കെ ഉള്ള രീതിയിൽ, അതൊക്കെ ബിരിയാണിയൊക്കെ ആദ്യം കൊടുക്കുക, പക്ഷെ ആദ്യം മര്യാദയ്ക്ക് ചോറെങ്കിലും കൊടുക്കുന്നുള്ളൊരു ആക്ഷേപമല്ലേ ഇപ്പോൾ ഈ പ്രധാന അധ്യാപകരുടെ കാലിച്ചാക്ക് സമരത്തിലൂടെ വെളിപ്പെടുന്ന ഒരു കാര്യം. ശരിയാണ് പറഞ്ഞത്. അത് ഏത് ജില്ലയിലെ അധ്യാപകരാണെന്ന് ശ്രദ്ധിച്ചോ? ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ എയ്ഡഡ് സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ, ഹെഡ് മാസ്റ്റർമാര്, ഹെഡ് മിസ്റ്റർസുമാരുമായിട്ട് അവരാണ് കാലിച്ചാക്കുമായിട്ട് റോഡിൽ ആവശ്യപ്പെടുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് സർക്കാർ സൗജന്യമായിട്ട് അരി കൊടുക്കുന്നുണ്ട്. ആ അരി ഞങ്ങൾക്ക് 2 മാസമായി കിട്ടുന്നില്ല. അതായിരുന്നു അവരുടെ പരാതി. 2 മാസമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള അരി, ആഹാരം വെച്ച് കൊടുക്കാനുള്ള അരി കിട്ടുന്നില്ല. അവരെന്ത് ചെയ്യും? എല്ലാ ദിവസവും ആഴ്ചയിൽ 5 ദിവസം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കേണ്ടതല്ലേ, കുട്ടികൾക്ക് ആഹാരം കൊടുക്കേണ്ടതല്ലേ? അരി കിട്ടുന്നില്ല. അപ്പൊ അവര് പുറത്തുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില നമുക്കറിയാമല്ലോ, എന്ത് വില കൊടുത്ത് അവർ മേടിക്കേണ്ടി വരുമെന്നുള്ളത്. അത് തന്നെ ആ ബില്ലുകളൊന്നും ഗവൺമെന്റ് ചിലപ്പോൾ ഒപ്പിട്ട് കൊടുക്കത്തുമില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിച്ച അരിക്കുള്ള ബില്ലുകൾ അത് ചിലപ്പോൾ അത് കിട്ടാറുമില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളും പരാതികളും നമ്മൾ വായിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇടുക്കി ജില്ലയിലാണ്, തൊടുപുഴയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ മുമ്പേ പറഞ്ഞ പശ്ചാത്തലത്തില് നാളെ പുതിയ മെനു ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ പുതിയ മെനു വരികയാണ്. പുതിയ മെനുവിനകത്ത് ബിരിയാണി ഉണ്ടെന്നാണ് തിരുവനന്തപുരത്ത് 2 മാസം മുമ്പ് ഒരു ചെറിയ കുട്ടി ആവശ്യപ്പെട്ടതാണ്. വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരോടും ആരോഗ്യമന്ത്രിയോടും ഒക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ദിവസവും ഈ ചോറും അവിയലും മാത്രം പോരാ, ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണിയൂടെ വേണം, വെജിറ്റബിൾ ബിരിയാണിയൂടെ വേണം. ഉടൻ തന്നെ സാങ്ഷൻ ചെയ്ത് കൊടുത്തു. അതിനെന്താ, കുട്ടികൾ ആവശ്യപ്പെടുന്നതിൽ അവർക്ക് ബിരിയാണി കൊടുക്കണം, പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കണമല്ലോ, അത് ശരിയാണ്. പക്ഷെ അന്നേരം ഇതിനകത്ത് നെഞ്ചടിപ്പുണ്ടായത് മറ്റാർക്കുമല്ല, ഈ പറയുന്നത് പോലെ പ്രധാന അധ്യാപകരാണ്. സർക്കാർ സ്കൂളുകളിലെയും പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളിലെയും പ്രധാന അധ്യാപകരുടെയാണ് നെഞ്ചത്തടി ഉണ്ടായത്. കാരണം അവർക്ക് കിട്ടുന്നത്, ഒരു കുട്ടിക്ക് ഹൈസ്കൂളിൽ കിട്ടിക്കൊണ്ടിരുന്നത് കഷ്ടിച്ച് 9 രൂപയാണ് നേരത്തെയുള്ള മെനുവില്. അതിനകത്തില് അവിയല്, സാമ്പാർ, എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി, ഒരു തോരന്, ഇത്രയും മെനു അതിനകത്ത് ഉണ്ടായിരിക്കണം, കൂട്ടാൻ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതിന് പുറമെ ആഴ്ചയിൽ ഒരു ദിവസം മുട്ടയും പാലും കൊടുത്തിരിക്കണം. അതിന് കിട്ടിക്കൊണ്ടിരുന്ന തുക ഒരു കുട്ടിക്ക് 8 രൂപ 30 പൈസയോ 40 പൈസയോ കണ്ടായിരുന്നു. ഇപ്പൊ ബിരിയാണി കൂടെ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, 1 രൂപയുടെ കൂട്ടിത്തരാം. ഇപ്പൊ 10 രൂപ 15 പൈസ 25 പൈസയാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. ഇതുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ആശങ്കപ്പെട്ടത് അവരൊക്കെ തന്നെയാണ്. അവിടെ അത്തരത്തിലുള്ള അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരാണ് ഇത് ആശങ്കപ്പെട്ടത്. നമ്മൾ ഇടുക്കി ജില്ല പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് എന്നും തലവേദനയാണ്. നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സർക്കാരിന് എന്നും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഇടുക്കിയിലെ പശ്ചാത്തലം. ഈ സാറുമാരുടെ കാലിച്ചാക്കുമായിട്ടുള്ള സമരം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ മറിയക്കുട്ടിയമ്മയെ ഓർത്തുപോയി, അല്ലേ? മറിയക്കുട്ടിയമ്മ, അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല. ആകെപ്പാടെ 1500 1600 രൂപയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആ അമ്മ കഴിഞ്ഞുകൂടുന്നത്. അമ്മയെപ്പോലുള്ള ധാരാളം അമ്മമാരും ഒക്കെ കഴിഞ്ഞുകൂടുന്നത് ആ തുക കൊണ്ടാണ്. മാസങ്ങള് 2, 3, 4, 5, 6 മാസമായ തുക കിട്ടുന്നില്ല. അവർക്ക് മരുന്ന് മേടിക്കാനും മറ്റടിസ്ഥാന എന്തെങ്കിലുമൊക്കെ ജീവിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്കുള്ള ചെറിയ തുകയാണത്. അത് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? അവര് പിച്ചച്ചട്ടിയുമായിട്ട് എല്ലാ ഓഫീസിലും കയറി ഇറങ്ങി. ഓഫീസിലും ആള് കൂടുന്നിടത്തെല്ലാം പിച്ചച്ചട്ടിയും കൊണ്ട് നടന്നു. അവരുടെ 2, 3 കൂട്ടുകാരും ഉണ്ടായിരുന്നു. രൂക്ഷമായ ആക്രമണമായിരുന്നു. അവര് സർക്കാരിനെതിരെ പറയുന്നു, സർക്കാരിനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് പരിപാടികളെ അട്ടിമറിക്കാൻ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു.
പക്ഷെ മറിയക്കുട്ടിയമ്മ നല്ല മിടുക്കിയായിരുന്നു കേട്ടോ. പിന്നെയും അവർക്ക് വന്ന പേര് നമ്മൾ കേട്ടില്ല. അവരെ നാട്ടിൽ മജിസ്ട്രേറ്റ് എന്നാണ് വിളിക്കുന്നതെന്നൊക്കെയാണ്. അവരതിനൊക്കെ നല്ല കൃത്യമായ മറുപടികളാണ് കൊടുത്തത്. നമ്മൾ പറഞ്ഞില്ലേ, അത്രയും പ്രായമുള്ള ഒരു അമ്മയുടെ വായിൽ നിന്ന്, അല്ലെങ്കിൽ അത്രയും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അവർക്ക്, പക്ഷെ എത്ര കൃത്യമായ മറുപടി വന്നു. അവരെ ആക്ഷേപിച്ചപ്പോഴാണ്, അവരെ ആക്ഷേപിച്ചു കളഞ്ഞു. അവിടുത്തെ രാഷ്ട്രീയക്കാര്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആക്ഷേപിച്ചു കളഞ്ഞു. ഇവർക്ക് വേറെ വീടുണ്ട്, മറ്റു സൗകര്യങ്ങളുണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇവര് ഗവൺമെന്റിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാ തെളിവോടും കൂടിയാണ് മുന്നിൽ വന്നത്, അല്ലെ? എല്ലാ തെളിവോടും കൂടി മുന്നിൽ വന്നു. അതുകൊണ്ട് എന്താണ്, ഒരു മറിയക്കുട്ടിയമ്മയുടെ തീരുമാനം കൊണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാർ പഠിച്ചു. അതുകൊണ്ട് ക്ഷേമ പെൻഷൻ വലിയ തടസ്സമില്ലാതെ, ഇപ്പൊ കഷ്ടിച്ച് 1 മാസം 2 മാസം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു മോഡലാകുകയാണോ ഇടുക്കി ജില്ലയിലെ എയ്ഡഡ് സ്കൂളിലെ പ്രധാന അധ്യാപകരെന്ന് തോന്നുന്നു. കാരണം അവർ ആരംഭിക്കാനുള്ള കാരണം ഇതുകൊണ്ടാണ്. നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ പുതിയ മെനു വരികയാണ്. എന്ത് ചെയ്യും അവരെങ്ങനെ ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ അവരെവിടുന്ന് കൊണ്ടുവരും? ദിവസം 10 രൂപ വെച്ച് ഒരു കുട്ടിക്ക് കിട്ടുന്നിടത്തുനിന്ന് അവരെങ്ങനെ ഈ മെനു തയ്യാറാക്കിയെടുക്കും? ആർക്കും വലിയ വിശദീകരണം ഉത്തരവാദിത്വമല്ല. അപ്പൊ നമ്മുടെ മന്ത്രിയൊക്കെ പറഞ്ഞത് അതിന് സാരമില്ല, നിങ്ങൾ നാട്ടിലിറങ്ങി പിരിച്ചോളാനാണ് പറഞ്ഞത്. നിങ്ങൾ എന്തിനാ അതിനെ പേടിക്കുന്നത്? നാട്ടിലിറങ്ങി പിരിവാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചില പ്രധാന ആയുധം എന്ന് പറയുന്ന പിരിവാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബക്കറ്റോ തുണിയോ സഞ്ചിയോ ഒക്കെ ആയിട്ട് ഇറങ്ങി അങ്ങ് പിരിച്ചോളുക. നാട്ടിലൊക്കെ നടന്ന് പിരിച്ചോളാനാണ് അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും പുരയിടത്തില് എന്തെങ്കിലും വല്ലതും നിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അത്തരം കാർഷിക വിളകളോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ പ്രധാനമായിട്ട് സ്കൂളുകളിലൊക്കെ നടക്കുന്നത് കേട്ടോ. പ്രധാനാധ്യാപകർക്ക് യാതൊരു ജോലിയുമില്ല. അവർക്ക് സ്കൂൾ സംബന്ധമായി ഒരു കാര്യങ്ങളും നോക്കാനുള്ള സമയവുമില്ല. അതിന്റെ പുറകിന് പറഞ്ഞില്ലേ, അവർ അന്വേഷിച്ച് നടക്കാനും പറ്റത്തില്ല അവർക്ക്. കാരണം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം. തിങ്കൾ മുതൽ വെള്ളി വരെ അവർക്ക് ആഹാരം കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. രാവിലെ എഴുന്നേക്കുന്നത് തന്നെ പല അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്, അവർ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എഴുന്നേക്കുന്നത് തന്നെ ഭയപ്പെട്ടിട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പച്ചക്കറിക്ക് തീ വിലയാണ്, അല്ലേ? ഇപ്പൊ മഴക്കാലം കൂടെ ആയതുകൊണ്ട് പച്ചക്കറിക്ക് നല്ല തീ വിലയാണ്. ഇതിനിടയിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കൈ കിട്ടുന്നതൊക്കെ ഇട്ട് ഒപ്പിച്ചിട്ട് പരാതി ഉണ്ടാകരുത്. വളരെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെ വളരെ ആശങ്കയിലാണ് അവർ കഴിയുന്നത്. അപ്പൊ അവരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, മന്ത്രി പറഞ്ഞു കൊടുക്കുന്നത്, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് നാട്ടുകാരോട് ചെന്ന് പിരിക്കുക. അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടല്ലോ, അവരോട് ചെന്ന് ചോദിക്കാനാ പറയുന്നത്. അപ്പൊ എന്തായാലും പിരിവ് അല്ലെന്നുണ്ട് ദയാദാക്ഷിണ്യം കാത്തിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മന്ത്രിയുടെ ആഹ്വാനത്തിൽ വരുന്നത്. ഇത് നേരെ ചൊവ്വയെ എങ്ങനെ നടത്തിയെടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്നലെ വരെ ആലോചന ഇല്ലെന്നുള്ളതിന്റെ സൂചനയാണ് തൊടുപുഴയിലെ ഈ അധ്യാപകര് രംഗത്തിറങ്ങിയിരിക്കുന്നത്. പിന്നെ മന്ത്രി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇടതുപക്ഷ സർക്കാരിലെ പിണറായി വിജയന്റെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. എന്ത് കാര്യത്തിലും, അഭിപ്രായത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അത് നമ്മൾ പറയത്തില്ലേ, വാക്കിലും പ്രവൃത്തിയിലും പിണറായി വിജയന് വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മന്ത്രി എന്ന് പറയുന്നത് മന്ത്രി ശിവൻകുട്ടിയാണ്. പ്രവൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. പണ്ട് അദ്ദേഹം പ്രവൃത്തിയുടെ കാര്യത്തിൽ എങ്ങനെ തെളിയിച്ചെന്നുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ നമ്മുടെ നിയമസഭയില് നടന്ന അതിമനോഹരമായ ഒരു പ്രകടനം, ആ പ്രകടനത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, അല്ലെ? അവിടുത്തെ സ്പീക്കറുടെ ചേംബർ അടിച്ചു തകർക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് മികച്ച കലാരൂപം അവതരിപ്പിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ എന്ന് ഓർമ്മയിൽ നിൽക്കും. അങ്ങനെ ഒരു മാതൃകാ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. പക്ഷെ ആ കേസൊക്കെ വന്നിട്ടില്ല കേട്ടോ. കേസൊക്കെ എന്താണെന്ന് അറിയത്തില്ല. കേസിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ്. നിയമസഭയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് സർക്കാർ വാദം എന്ന് തോന്നുന്നു. അത്തരത്തിലാണ് ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ച ആളാണ്. അതേപോലെ വാക്കുകൊണ്ടും അങ്ങനെ തന്നെയാണ്. വാക്കുകളുടെ കാര്യത്തിലും അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലാണ്. വാക്കുകളുടെ കാര്യത്തിലും അദ്ദേഹത്തെ ഇപ്പോഴും ഇടതുപക്ഷ സർക്കാരിനെ ശക്തമായിട്ട് പിന്താങ്ങുന്ന, പണ്ട് AK ബാലനൊക്കെ ചെയ്തിരുന്നത് പോലെ പിന്താങ്ങുന്നത്, പാർട്ടി സെക്രട്ടറിയെക്കാട്ടിൽ പിന്താങ്ങുന്നത് ശിവൻകുട്ടിയാണ്. കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളെ വിഷയത്തിൽ നമ്മൾ കണ്ടില്ലേ? കന്യാസ്ത്രീ വിഷയം ഉണ്ടായ സമയത്ത് സഭകളെ രൂക്ഷമായിട്ട് ആക്രമിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അങ്ങനെ പള്ളിയുടെ അരമനയിലും മേടയിലും ഒക്കെ ഇരുന്ന് ചായയും വീഞ്ഞും അപ്പവും ഒക്കെ കഴിഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നുകൊണ്ടിരുന്ന പോരാ, അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ചില AC റൂമിൽ ഇരുന്ന് പ്രസ്താവന ഇറക്കിയാൽ പോരാ, മറ്റു ചില പ്രവർത്തികളൊക്കെ നിങ്ങൾ ചെയ്യണമായിരുന്നു, നിങ്ങൾ പ്രവർത്തിക്കണമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റു ചില എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മറ്റ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, നമുക്കറിയാമല്ലോ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ക്രിസ്ത്യൻ സഭകളുടെ വോട്ടെന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ പോവുകയുള്ളൂ. അവർ UDFന്റെ പരമ്പരാഗത വോട്ടുകളാണ്. UDFിനേക്ക് മാത്രമായിട്ട് പോകുന്ന നല്ല ശതമാനം വോട്ടുകളും അങ്ങനെ പോകുള്ളൂ. സഭാ വോട്ടുകൾ അങ്ങനെ തന്നെയാണുള്ളത്.
പിന്നെ കുറച്ച് വോട്ടുകൾ ഇപ്പൊ തൃശ്ശൂരിലെ സുരേഷ് ഗോപി കിട്ടിയതുപോലെ അവർ പറഞ്ഞ പോലെ വ്യക്തി അധിഷ്ഠിതമായിട്ട് കിട്ടിയ ചില വോട്ടുകൾ മാത്രമേ ഉള്ളൂ. LDF അങ്ങനെ വലിയ ബ്ലോക്കിലൊന്നും അവർക്ക് വോട്ട് കിട്ടാറില്ല. അതാണ് ശിവൻകുട്ടി സൂചിപ്പിച്ചത്. അങ്ങനെ ഒന്ന് പ്രസ്താവിച്ചാൽ പോരാ, നിങ്ങൾ പ്രവർത്തിക്കണമായിരുന്നു. പ്രവർത്തിച്ച് എൽ ഡി എഫിന് സപ്പോർട്ട് തരിക. ഇന്നലെ ഛത്തീസ്ഗഡിലും അങ്ങനെയാണ്. ആ സപ്പോർട്ട് പിടിക്കാനുള്ള ശ്രമമാണ്. കേരളത്തിലെ ആകപ്പാടെ 18% അല്ലെങ്കിൽ 20% താഴെയാണ് ക്രിസ്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇപ്പൊ റഹീം അടക്കമുള്ള അല്ലെങ്കിൽ വൃന്ദക്കാരാട്ടമുള്ള ഇടതുപക്ഷത്തിന് ഒരു 10% കിട്ടുകയും ബാക്കി കോൺഗ്രസിന് 10%. അത്തരത്തിലുള്ള ഡിവിഷന് വേണ്ടിയിട്ടാണ് ഇവർ കിടന്ന് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ 30% വേണ്ടിയിട്ടുള്ള മത്സരമാണോ ഒന്നും അറിയത്തില്ല. അതൊക്കെയാണ് ചില സൂചനകൾ വന്നെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, മന്ത്രിയെ ആക്രമിച്ചു. മന്ത്രിക്ക് കൃത്യമായ മറുപടി കിട്ടി. സഭകളുടെ നേതൃത്വത്തിൽ നിന്ന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന് കിട്ടി. അതൊന്നും അല്ല, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്നും വളരെ രൂക്ഷമായ പ്രതികരണം കിട്ടി. അതോടുകൂടി ഇന്നലെ അദ്ദേഹം കാര്യങ്ങളിലൊക്കെ ഒരു ഒതുക്കം വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, സർക്കാരിനെ അതിഗംഭീരമായിട്ട് രക്ഷിക്കുന്ന ആ നിലപാട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, അങ്ങ് ഭരിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളെയും അവിടുത്തെ അധ്യാപകരെയും അവിടുത്തെ കുട്ടികളുടെയും കാര്യത്തിൽ വളരെ അധികമായ ശ്രദ്ധയുണ്ടാകണം. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പം അങ്ങ് കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അവര് പറഞ്ഞത്, പിന്നെ അങ്ങനെ ഞങ്ങള് അങ്ങനെ അപ്പവും വീഞ്ഞും ഒക്കെ കുടിച്ച് അരമനയിൽ ഇരിക്കുകയാണെങ്കിൽ താങ്കള് ഈ പറയുന്ന പോലെ സർക്കാരിന്റെ ചെലവിൽ ഭക്ഷണം കഴിച്ചിട്ട് മന്ത്രിമന്ദിരത്തിൽ ഇരുന്ന് സുഖമായിട്ട് കഴിച്ചിട്ട് പ്രസ്താവന ഇറക്കുകയാണെന്നുള്ള മട്ടിലാണ് അത് വന്നത്. അവരുടെ പ്രസ്താവന അങ്ങനെയാണ് വന്നത്. അപ്പൊ അങ്ങനെ അവരോട് പരസ്പരം കൊമ്പ് കോർക്കാനും ഒക്കെയുള്ള സമയം മാറ്റിവെച്ച ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ കാലിച്ചാക്കുമായിട്ട് നിൽക്കുന്ന പ്രധാന അധ്യാപകരെ ഇപ്പൊ തൊടുപുഴയിലുണ്ടായി. ഇനി കേരളത്തിലെ മറ്റു 13 ജില്ലകളിലും അത് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ നാളെ തുടങ്ങുന്ന പുതിയ മെനു കാർഡില് കുട്ടികൾക്ക് കൊടുക്കാവുന്ന മെനു കാർഡ് അതൊരു നല്ല ആശയമായിട്ട് മാറട്ടെ. പക്ഷെ അതിനുള്ള ഫണ്ടും മറ്റു കാര്യങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടൊരു മാതൃകയാകണം എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.